മനുഷ്യത്വരഹിതമായി മനുഷ്യരോട് പെരുമാറുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ആരോഗ്യകരമായ നിലപാട് അല്ല എന്നുള്ളത് കൊണ്ട് ഞാനും പ്രതീക്ഷിച്ചില്ല 85 ലക്ഷം രൂപയാകുമെന്നുള്ളത് ഞാൻ കരുതിയില്ല. അത് ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുക, എസ്റ്റിമേറ്റ് എടുത്തു, പല വർക്കുകൾ ടെൻഡറായി. പക്ഷെ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വർക്കും ഗ്രൗണ്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ജീവനക്കാരെ സംബന്ധിച്ച് നടന്ന നിയമനങ്ങളിൽ സുതാര്യതയില്ല എന്നുള്ള ഒരു വസ്തുത, അതായത് വർക്ക് എടുക്കുക, അത് ചെയ്യാതിരിക്കുക, പിന്നെ ഫോൺ വിളിച്ച് എടുക്കാതിരിക്കുക, പിന്നെ ഒഴിവൊഴിവ് പറയുക. പക്ഷെ കോൺട്രാക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പുതിയൊരു ഒഴിവ്, അവർ പറയുന്ന ഒഴിവ് ന്യായം ടാറിന്റെ വില കൂടി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടന്ന ആദ്യത്തെ കൗൺസിൽ പുറത്തു വരികയല്ലേ ഒരു കാര്യം. അങ്ങ് തന്നെ പറഞ്ഞു വളരെ ഗൗരവമായ വിഷയമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ മുൻപ് ഉയർന്നു വന്ന മാധ്യമ വാർത്തകളിലും ചില സമരങ്ങളിലും ഉയർന്നു വന്ന ചില വിഷയങ്ങളെക്കുറിച്ച് മൂന്നായിട്ട് തന്നെ ചർച്ച ചെയ്യാം. കൗൺസിലിൻ്റെ അഭിപ്രായം പറയാം, ഭരണസമിതിയുടെ അഭിപ്രായം പറയാം. അതായത് ആസ്തികളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം മാധ്യമ ചർച്ചകളിലും വാർത്തകളിലും ഉയർന്നു വന്നത് അതിൽ വലിയൊരളവ് വരെ ശരി എന്ന് തന്നെയാണ് ഇതുവരെയുള്ള പഠനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു വിഷയം പുറത്തു വന്നല്ലോ. നമുക്ക് നമ്മുടെ കൗൺസിൽ വന്നതിന് ശേഷം ഉണ്ടായ ബഡ്ജറ്റ് അവതരണം, ആറ്റുകാൽ പൊങ്കാല, അതിനെ തുടർന്ന് വന്ന കോഡ് ഓഫ് കോണ്ടാക്ട്, ചില കാര്യങ്ങൾ പുറത്ത് പറയുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പരിമിതി, ആ പരിമിതി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടന്ന ആദ്യത്തെ കൗൺസിൽ പുറത്തു വരികയല്ലേ ഒരു കാര്യം. അങ്ങ് തന്നെ പറഞ്ഞു വളരെ ഗൗരവമായ വിഷയമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അധാർമികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരും, അത് വേറെ ആയാലും പുറത്തു വരും. അപ്പോൾ ആ ആസ്തികളെക്കുറിച്ച്, ആസ്തികൾ ചിലർ കൈവശം വച്ചിരിക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ തന്ന വാർത്തയിൽ വലിയൊരു അളവോടെ ശരി എന്ന് തന്നെയാണ് വിലയിരുത്തലെത്തിയിട്ടുണ്ട്. ആ ആസ്തിയൊക്കെ തന്നെ കോർപ്പറേഷൻ മുതൽക്കൂട്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കാലാനുസൃതമായി കോർപ്പറേഷന് കിട്ടുന്ന തരത്തിലേക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. ചില വിവരങ്ങൾ കൗൺസിലങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഞാനതിപ്പോൾ പുറത്തു പറയുന്നില്ല. കൗൺസിലങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആ കാര്യങ്ങൾ. 2, ജീവനക്കാരെ സംബന്ധിച്ച് നടന്ന നിയമനങ്ങളിൽ സുതാര്യതയില്ല എന്നുള്ള ഒരു വസ്തുത പലതരത്തിലും ഉന്നയിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി. ഭരണസമിതി അക്കാര്യങ്ങളും അവരുടെ ഇടപെടലും പ്രവർത്തനവും അവരെ നിയമിച്ച രീതിയും കൃത്യമായിട്ട് നിരീക്ഷിച്ച് വരിക തന്നെയാണ്. എന്നാൽ ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഒരു ഭരണസമിതി അധികാരത്തിലേറി അടുത്ത ദിവസം തന്നെ മനുഷ്യത്വരഹിതമായി മനുഷ്യരോട് പെരുമാറുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ആരോഗ്യകരമായ നിലപാട് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ള നിലപാട് സ്വീകരിക്കാത്തത്. കാരണം എല്ലാവരും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം. മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ഒരു ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സമീപനം തന്നെയാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണസമിതിക്കുള്ളത്. എന്നാൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തലുകൾ നടത്തും. അതിനുശേഷം ചർച്ച ചെയ്യേണ്ട ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി 100% ശ്രദ്ധിക്കും. അവസാന സമയത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ചെയ്യാത്ത പല വർക്കുകൾ, കോൺട്രാക്ടർമാർ മനഃപൂർവ്വം ചെയ്യാതിരുന്ന ബാക്ക്ലോഗ് ആയിട്ടുള്ള വർക്കുകൾ, എല്ലാ വാർഡിലും മിനിമം ഒരു 3-4 വർക്കുകൾ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുതിയ കോർപ്പറേഷൻ വന്നതിന് ശേഷം പല വർക്കുകളുടെ എസ്റ്റിമേറ്റ് എടുത്തു, പല വർക്കുകൾ ടെൻഡറായി. പക്ഷെ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വർക്കും ഗ്രൗണ്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തന്നെ അറിയാം, കവടിയാർ വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന 5ഓളം വർക്കുകൾ, അത് കഴിഞ്ഞു വന്ന വർക്കുകളടക്കം PWD വർക്ക് കോൺട്രാക്ടേഴ്സ് പല കാരണങ്ങൾ പറഞ്ഞ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ മഴയും കൂടെ തുടങ്ങിയാൽ പിന്നെ ആ വർക്ക് നടക്കാതെ ഈ നാട് നട്ടലൊടിയുന്ന അവസ്ഥയിലിരിക്കുകയാണ്. ചോദിക്കുമ്പോൾ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ്, ടാറിന്റെ വില കൂടി, സാധനങ്ങളുടെ വില കൂടി, അതുകൊണ്ട് ടാർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയാണ് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടും കഴിയത്തില്ല. കാരണം പല വർക്കും ഏകദേശം 1 വർഷം മുമ്പ് അപ്രൂവ് ആയിട്ടുള്ള വർക്കുകളാണ്. ആ വർക്കുകൾ തീർച്ചയായിട്ടും വേരിയേഷൻ ഉണ്ടാകും. അതിന് ജനങ്ങളോ കൗൺസിലേഴ്സോ അല്ലെങ്കിൽ ഭരണസമിതി ഒന്നും അതിന് ബുദ്ധിമുട്ടായിട്ട് കാര്യമില്ല. പക്ഷേ ഈ കോൺട്രാക്ടേഴ്സ് ഇപ്പോൾ പുതിയ ന്യായം, പുതിയ ഒഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഒരു കൗൺസിലർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം എല്ലായിടത്തും ഒരു മിനിമം 10 വർക്ക് ഈ പറഞ്ഞ ടാറിന്റെ അവൈലബിലിറ്റി വിഷയങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അതിൽ വേരിയേഷൻ കൊടുക്കേണ്ട വർക്കുകൾക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി പഠിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ കോൺട്രാക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പുതിയൊരു ഒഴിവ്, അവർ പറയുന്ന ഒഴിവ് ന്യായം
ടാറിന്റെ വില കൂടി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് ഈ വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിക്രമം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 85 ലക്ഷം രൂപയാണല്ലോ എല്ലാ വാർഡുകളിലും അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, പലയിടത്തും വ്യത്യസ്തമായി കാണുന്നുണ്ട്. ഞാൻ ആ കാര്യം ഞാൻ പറയാനല്ല. അതായത് 85 ലക്ഷം രൂപ ഒരു വർക്ക്, അതായത് ജില്ലാ കോടതിയുടെ മുൻവശമുള്ള കിഴക്ക് വശമുള്ള റോഡ് മുഴുവൻ 85 ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയാണ്. ഞാനും പ്രതീക്ഷയില്ല 85 ലക്ഷം രൂപയാകുമെന്നുള്ളത് ഞാൻ കരുതിയില്ല. അത് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു 10-15 വർക്കുകൾ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് 85 ലക്ഷം രൂപ എന്നുള്ളത് നിർത്താതെ ആ പ്രദേശത്തിൻ്റെ പിന്നെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ സഹായം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചില അത്യാവശ്യം വേണ്ടുന്ന ചില ഓടകൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സഹായം വേണം. 85 ലക്ഷം രൂപ കിട്ടിയത് ഒരു പ്രദേശത്ത് മാത്രമായി ചുരുങ്ങി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ കാര്യം ഒന്ന് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടൊന്ന്, ഈ സ്പില്ലോവറിൻ്റെ കാര്യമൊന്നും അറിയില്ല. സ്പില്ലോവറിൽ പെട്ടിട്ടുള്ള ഏതൊക്കെയാണ് വർക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഇതുവരെ സ്പില്ലോവർ ആയില്ലേ? സ്പില്ലോവറിൻ്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ലേ? അത് അല്ല, സ്പില്ലോവറിൻ്റെ ഇപ്പം ശബരിനാഥ് പറഞ്ഞില്ലേ, ശബരിനാഥ് പറഞ്ഞ വളരെ കാതലായ വിഷയമാണ്. നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വന്നിരിക്കുന്ന വർക്കിൽ പലതും സ്പില്ലോവറാണ്. നല്ലൊരു ശതമാനം വർക്കുകൾ സ്പില്ലോവറാണ്. ഇതേ കോൺട്രാക്ടർമാർ എടുത്തിട്ട് അവർക്ക് സമയമുണ്ടായിരുന്ന ഒരു സാമ്പത്തിക വർഷം മുഴുവനും ടാറിൻ്റെ വില നേരത്തെ വിലയായിരുന്നപ്പോൾ ചെയ്യാതെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ച് സ്പില്ലോവർ ആയതിൻ്റെ ആണ്. അതും കൂടെ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഇനി ഇതിന് ശേഷം കോൺട്രാക്ടർമാരെ സമീപിക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇടപഴകുമ്പോഴും ഇതെല്ലാം സ്പില്ലോവർ ആയതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അല്ല സാർ, ഞാൻ സ്പില്ലോവറിനെ കുറിച്ച് ഇവിടെ അന്വേഷിച്ചപ്പോൾ സ്പില്ലോവറിന്റെ പുതിയ ലിസ്റ്റ് ഇറങ്ങിയിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ ശബരിനാഥ് പറഞ്ഞ സമയത്തോളാണ് നിങ്ങൾ പറഞ്ഞ അതിൻ്റെ കണക്ട് ചെയ്തില്ല. അത് സ്പില്ലോവറുടെ വാക്ക് വന്നപ്പോൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് സ്പില്ലോവറിന്റെ അറിയാത്തത് കൊണ്ട് തന്നെ പിന്നെ ഏതൊക്കെ ഒഴിവായില്ല എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. അന്ന് കൊണ്ടുവന്ന് ഇവിടെ പെട്ടെന്ന് ഒരു കെട്ട് ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് അതിനെ കണ്ടുപിടിച്ച് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. സാധാരണ അതിനെക്കുറിച്ച് എനിക്ക് കൂടി അറിയാവുന്ന കാര്യമാണ്. നമ്മളത് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതല്ല, നടപ്പിലാക്കുമ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഏതെല്ലാമാണ് പെട്ടിട്ടുള്ളത്, ഏതെല്ലാം പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞ കാര്യത്തിലുള്ള സഹായം വേണം. സ്പില്ലോവർ പെട്ടെന്ന് ഇത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി കൂടി ശ്രദ്ധിക്കും. വിഷയം ഈ കൗൺസിലിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും ബാധിക്കുന്നതാണ്. അതായത് വർക്ക് എടുക്കുക, അത് ചെയ്യാതിരിക്കുക, പിന്നെ ഫോൺ വിളിച്ച് എടുക്കാതിരിക്കുക, പിന്നെ ഒഴിവൊഴികൾ പറയുക. ഞാൻ ബഹുമാനപ്പെട്ട മേയറോട് ഈ വിഷയം നേരത്തെ ഒരിക്കൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ഉന്നയിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു കരാറുകാരനെ വിളിച്ച് 1 മണിക്കൂറിനോ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് അയാൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇത്തരണത്തിൽ ഈ പിന്നെ എന്താ പറയുന്ന അവിടുത്തെ ഓരോ വാർഡിലെയും ജനപ്രതിനിധികളെ ജനങ്ങളുടെ മുമ്പിൽ വെട്ടിയാക്കുന്ന സമീപനങ്ങളുമായിട്ട് കോൺട്രാക്ടർമാർ മുമ്പോട്ട് പോയാൽ എനിക്ക് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മേയറോട് പറയാനുള്ളത്, ഈ വർക്കെടുത്ത കരാറുകാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ നന്നായിരിക്കും. അവർക്ക് പറയാനുള്ളത് കേൾക്കണമല്ലോ. ഈ അടുത്ത ദിവസമാണല്ലോ ഈ ടാറിന്റെ ഒക്കെ വില കൂടിയത്. മനഃപൂർവ്വം പിന്നെ എന്താ പറയുക വർക്ക് ചെയ്യാതെ എന്താ പറയുന്നത് പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരക്കാർക്ക് പിഴ കൊടുക്കുന്നതിനും തീർത്തും എന്താ പറയുക നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ കരിമ്പെട്ടിയിൽ ഉൾപ്പെടുത്തുന്ന നടപടികളുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.